ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ വ്യക്തിഗത പുരസ്കാരമാണ് ബാലൺ ഡി ഓർ. ലയണൽ മെസ്സിയാണ് ഈ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ താരം, 8 തവണ. ലോകകപ്പിലെ ഉഗ്രൻ പ്രകടനത്തിലൂടെയാണ് മെസ്സി കഴിഞ്ഞ വർഷം 8ാം ബാലൺ ഡി ഓർ സ്വന്തമാക്കിയത്. ഇതിനുശേഷം മെസ്സി യൂറോപ്യൻ ഫുട്ബോൾ വിട്ട് അമേരിക്കൻ ലീഗിലേക്ക് ചേക്കേറിയിരുന്നു. ഇതോടെ ബാലൺ ഡി ഓറിൽ ഇനി മെസ്സി മത്സരിക്കാനുണ്ടാവില്ലെന്നാണ് പൊതുവെ എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ 9ാം ബാലൺ ഡി ഓറിന് മത്സരിക്കാൻ ശക്തമായ സാന്നിധ്യവുമായി മെസ്സിയും ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അമേരിക്കൻ ലീഗിൽ 8 മത്സരങ്ങൾ മാത്രം കളിച്ച മെസ്സി 10 ഗോളുകളും 9 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. അവസാന മത്സരത്തിൽ മാത്രം 5 അസിസ്റ്റുകളും 1 ഗോളും മെസ്സി സ്വന്തം പേരിനൊപ്പമാക്കി. ഇതോടെയാണ് മെസ്സിയുടെ പേര് വീണ്ടും ബാലൺ ഡി ഓറിലേക്ക് നീണ്ടത്. നിലവിൽ ഇത്തവണ എംബാപ്പെ, കെയ്ൻ, ബെല്ലിംഗ്ഹാം എന്നിവർക്കാണ് ബാലൺ ഡി ഓർ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഇന്റർ മയാമിക്കായി മെസ്സി നടത്തുന്ന പ്രകടനം ആർക്കും അവഗണിക്കാൻ കഴിയില്ലെന്നും മത്സരം ഇത്തവണയും അത്ര എളുപ്പമായിരിക്കില്ല എന്നുമാണ് ഇപ്പോൾ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. Goal.comന്റെ പുതിയ ബാലൺ ഡി ഓർ റാങ്കിങ്ങിൽ മെസ്സിക്ക് 20ാം സ്ഥാനമാണുള്ളത്. ഈ വർഷം കോപ്പ അമേരിക്ക നടക്കാനിരിക്കുന്നതും മെസ്സിയുടെ സാധ്യത സജീവമാക്കുന്നു. എംബാപ്പെ, കെയ്ൻ, ബെല്ലിംഗ്ഹാം എന്നിവർക്ക് ചാമ്പ്യൻസ് ലീഗ്, യൂറോ കപ്പ് മത്സരങ്ങളാണ് ഈ വർഷം പ്രധാനമായുമുള്ളത്. ചാമ്പ്യൻസ് ലീഗിലെ പ്രകടനമായിരിക്കും ബാലൺ ഡി ഓറിൽ ഇത്തവണ നിർണായകമാവുക എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.